വേടന്റെ രാഷ്ട്രീയമായ അജണ്ടയെന്നല്ല. രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ ദളിത ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് എത്രത്തോളം ശ്രമിക്കുന്നതെങ്കിൽ ഇതൊരു രാഷ്ട്രീയ അജണ്ടയാണെന്നുള്ള രീതിയിലേക്ക് വേടന്റെ വളർച്ചയിൽ എങ്ങനെയാണ് അത് ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇപ്പം ഞാൻ വേടനെ എപ്പോഴാണ് രോഹിത് ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുള്ളത്? തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധയിൽ വരുന്നത് റാപ്പ് സോങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ഇത്രത്തോളം വലിയ ഷോകളും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഏകദേശം എത്ര നാളുകൾക്ക് മുന്നെയാണ്? എനിക്ക് ഒരു 2-3 വർഷം എനിക്ക് തോന്നുന്നു 2016 തോന്നുന്നല്ലോ വേടന്റെ ആദ്യത്തെ പാട്ട് സോങ് വരുന്നു. ഞാൻ കേട്ടിട്ടൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പൊതുവെ ഈ റാപ്പ് സോങ്ങുകൾ കേൾക്കുന്ന ഒരാളല്ല. ബിഗ് ബോസിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന റിനോഷിന്റെ 1 കോടിയിലധികം ആൾക്കാർ കേട്ടിട്ടുള്ള പാട്ടാണ് ഈ മല്ലു. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങി വന്നതിന് ശേഷം റിനോഷ് ചെയ്ത വർക്ക് എന്താണെന്ന് സെർച്ച് ചെയ്ത് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പൊതുവെ റാപ്പ് സംഗീതം ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. പക്ഷേ റാപ്പ് സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർക്കുണ്ട്. അവർക്കിടയിൽ വേടന ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വേടനെ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് റേപ്പ് അലിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. 2023 ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വരും. ആ പെൺകുട്ടി കോടതിയിൽ പരാതി കൊടുക്കാത്തത് കൊണ്ട് നമ്മളാരും അതിൻ്റെ കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചില്ല. പക്ഷേ ഇദ്ദേഹം അതിന് മാപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് 2022 കഞ്ചാവ് കേസുമായിട്ട് പിടിക്കപ്പെട്ടു. രണ്ടാമത് വീണ്ടും കഞ്ചാവ് കേസുമായി പിടിക്കപ്പെട്ടു. അപ്പോൾ ഈ ഒരു പരിധി മൊത്തം എടുത്ത് നോക്കൂ. ആരെങ്കിലും കേരളത്തിൽ ഇദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക്